Hello, എൻ്റെ പേര് അശ്വതി വിശാൽ and welcome back to my channel. ഞാൻ 2019 How to find a job in Dubai എന്ന വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഇപ്പോൾ 2021 പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഞാനൊരു ഒപ്റ്റിമിസ്റ്റ് ആണ്. അതുകൊണ്ട് സിറ്റുവേഷൻസ് വേഴ്സ് ആയി എന്ന് ഞാൻ പറയില്ല. കുറച്ച് ഇൻഡസ്ട്രീസ് ഡൗൺ ആയിട്ടുണ്ട്, കുറെ ഇൻഡസ്ട്രീസ് ത്രൈവ് ചെയ്തിട്ടുണ്ട് ഈ പാൻഡമിക് കാരണം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് 3 സ്റ്റെപ്സ് ആണ് എങ്ങനെ ഒരു നല്ല ജോലി കണ്ടെത്താം ദുബൈയിൽ, ഇമോഷണലി ഫ്രസ്ട്രേറ്റഡ് ആവാതെ കുറെ അധികം കാശ് ചെലവാക്കാതെ. സോ ഡെഫിനറ്റ്ലി കീപ് ഓൺ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റെപ്പ് നമ്പർ 1 ആണ് പ്രിപ്പറേഷൻ ഇൻ ഇന്ത്യ. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പോപ്പുലർ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ നിന്നിട്ട് തന്നെ നമുക്ക് എങ്ങനെ ദുബായ് അല്ലെങ്കിൽ UAE ഒരു നല്ല ജോലി കണ്ടെത്താൻ പറ്റും. എൻ്റെ പേഴ്സണൽ ആൻസർ എന്ന് പറയുന്നത് ജോലി കണ്ടെത്താൻ ഡിഫിക്കൾട്ട് ആണ്. നിങ്ങൾക്ക് അർജന്റ് ആയിട്ട് ജോലി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ UAE പ്രസൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. റിക്രൂട്ടേഴ്സ് ജോബ് ഓപ്പണിംഗ് ഓൺലൈൻ പോർട്ടൽസിൽ ഇടുമ്പോൾ അവർ പ്രൈമറിലി നോക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിൽ നിന്നിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സക്സസ് റേറ്റ് കുറച്ച് കുറവായിരിക്കും. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ 4 മേജർ കാര്യങ്ങളാണ് ഇന്ത്യയിൽ നിന്നിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യത്തേത്, നിങ്ങളുടെ CV അപ്ഡേറ്റഡ് ആണ് എല്ലാം ജോബ് പോർട്ടൽസിൽ. സെക്കൻഡ്, നിങ്ങളുടെ ഡൈനാമിക് ആയിട്ടുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റഡ് ആണ്. തേർഡ്, നിങ്ങൾ കുറേ അധികം മോക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഫോർത്ത്, നിങ്ങളുടെ പേപ്പർ വർക്ക്സ് എല്ലാം റെഡിയാണ്. ഈ 4 പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഡെസ്ക്ടോപ്പ് ആൻഡ് ഇന്റർനെറ്റ് മാത്രമാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹോം കൺട്രിയിൽ വെച്ചിട്ട് തന്നെ ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് ചെയ്തിട്ട് നമുക്ക് വിസിറ്റ് വിസയ്ക്ക് വരാൻ പറ്റും. ഇനി നമ്മളൊരു സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. www.ashwathivishal.com എന്ന വെബ്സൈറ്റിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റ് കാണാനുള്ളത്. നമ്മളാണ് ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഈ വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള പാക്കേജസ് എല്ലാം. നമ്മുടെ കീ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ റീജൻ ആൻഡ് ഗൾഫ് റീജൻ ബേസ്ഡ് ആയിട്ടുള്ള റെസ്യൂമേസ് ആണ് കീ ഹൈലൈറ്റ്. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള പാക്കേജ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും. ഫർദർ മോർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. സോ ഐ ഹോപ്പ് ashwathivishal.com വെബ്സൈറ്റ് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലൊരു റെസ്യൂമെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ മേജർ സ്റ്റെപ്പ് ആണ് ടോപ്പ് വെബ്സൈറ്റിൽ നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമേസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ടോപ്പ് വെബ്സൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഗൾഫ് ടാലന്റ്, ഇൻഡീഡ്, ഡുബിസെൽ, ഖലീജ് ടൈംസ്, നോക്കറി ഗൾഫ്, ലിങ്ക്ഡിൻ. ഇനി ഈ പറഞ്ഞ ടോപ്പ് വെബ്സൈറ്റ്സിൽ നിങ്ങൾ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CVs ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന കാര്യം എന്ന് പറയുന്നത് വെയിറ്റിംഗ് ആണ്. 2 കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, നിങ്ങൾ ഇമെയിൽ അലേർട്ട്സ് ഓൺ ചെയ്ത് വെക്കുക ഈ പറഞ്ഞിട്ടുള്ള ജോബ് പോർട്ടൽസിൽ. സെക്കൻഡ്, എപ്പോഴും ഈ ടാബ്സ് ഓപ്പൺ ആയിരിക്കണം നിങ്ങളുടെ വിൻഡോസിൽ. നിങ്ങൾ എപ്പോഴും ലാപ്ടോപ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ടാബ്സ് തനിയെ റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കണം. സോ ദാറ്റ് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ്. ഈ കാര്യം ഡെഫിനറ്റ്ലി ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. സോ എവറി ഡേ നമ്മൾ ലാപ്ടോപ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് തനിയെ റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെക്കണം, ഈ റിക്രൂട്ടേഴ്സ് ജോബ് ഓപ്പണിംഗ്സ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിതിൻ അവർ അവർക്ക് കുറെ അധികം ജോബ് ആപ്ലിക്കേഷൻസ് കിട്ടും. സോ ബേസിക്കലി അവർ 1 hour 2 hour കിട്ടുന്ന ജോബ് ആപ്ലിക്കേഷൻസ് തന്നെ അവർ ഗോ ത്രൂ ചെയ്യും. സോ കുറെ ചെറിയ കമ്പനീസ് ഉണ്ട്, ATS ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഇല്ലാത്ത കമ്പനീസ്. അവർ മാനുവലി ആണ് റെസ്യൂമേസ് നോക്കുന്നത്. അവർക്കൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, വിതിൻ 50 or 100 റെസ്യൂമേസിൽ നിങ്ങളുടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ചാൻസസ് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ വിതിൻ മിനിറ്റ്സ് ഒരു ജോബ് ആപ്ലിക്കേഷൻസ് പോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വിതിൻ മിനിറ്റ്സ് നിങ്ങൾ അത് അപ്ലൈ ചെയ്യണം. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആൻഡ് ലൈക്ക് ചെയ്യാം. എൻ്റെ ചാനലിൽ കുറേ അധികം ഇന്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഈ വീഡിയോസ് എല്ലാം ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ. ലാസ്റ്റിൽ ഞാനൊരു ബോണസ് ടിപ്പ് പറയുന്നുണ്ട്. മൂന്നാമത്തെ മേജർ സ്റ്റെപ്പാണ് നെറ്റ്വർക്കിംഗ്. നമ്മൾ മലയാളികൾ പറയാറുണ്ട് നമുക്ക് നല്ല കണക്ഷൻസ് അല്ലെങ്കിൽ ജാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ജോലി കിട്ടുമെന്നത്. പക്ഷേ ഈ കണക്ഷൻസ് എങ്ങനെ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടായിട്ടുള്ള 3 പാർട്സ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ആദ്യത്തെ പാർട്ടാണ് നമ്മുടെ അലുമിനായി, നമ്മൾ പഠിച്ച സ്കൂൾ ആൻഡ് കോളേജിലെ ഫ്രണ്ട്സ് നമ്മൾ ദുബായിൽ അല്ലെങ്കിൽ UAE ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അവരെ വാട്സാപ്പ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക, സംസാരിക്കുക. അവരെ പറയാം നമ്മൾ UAE ഈ ഒരു സമയം ഈ ഒരു പീരീഡിൽ വരുന്നുണ്ട്, എന്തെങ്കിലും ജോബ് ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. UAE വന്നിട്ടല്ല അത് ചെയ്യേണ്ടത്, നമ്മൾ ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ അലുമിനായി അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു വെക്കാം. സെക്കൻഡ്, ഓൺലൈൻ കണക്ഷൻസ്, ഓഫ്ലൈൻ കണക്ഷൻസ്. നമുക്ക് ഓൺലൈൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്,
കുറെ അധികം കാര്യങ്ങളിൽ നമ്മൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് കുറെ ആൾക്കാർ പരിചയമുണ്ട്. നേരിട്ട് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ കുറെ ആൾക്കാരെ നമ്മൾ പരിചയം ഉണ്ടാവില്ല. ദുബായിൽ, അബുദാബിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ, അവരായിട്ട് ഒന്ന് മെസ്സേജ് ഡ്രോപ്പ് ചെയ്യാം. നമ്മൾ ഈ ഒരു സമയത്ത് വരുന്നുണ്ട്, എന്തെങ്കിലും ഒരു ജോബ് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് ഒരു മെസ്സേജ് അയക്കുന്നതിൽ തെറ്റില്ല. സോ ഡെഫിനറ്റ്ലി അവർ സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ പോലും, പക്ഷെ നിങ്ങൾക്കറിയാം അവർ UAE എന്ന റീജിയനിലാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയ വഴി അവരെ അറിയിക്കാം ഞാൻ ഈ ഒരു ടൈം പീരീഡിൽ വരുന്നുണ്ട് എന്നത്. മൂന്നാമത്തെ കാര്യമാണ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സ്. ഈ UAE ജോലിക്ക് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറെ അധികം ഫേസ്ബുക്ക് ഗ്രൂപ്പ്സും ലിങ്ക്ഡിൻ ഗ്രൂപ്പ്സും അവൈലബിൾ ആണ്. അവിടെ കുറെ അധികം റിക്രൂട്ടേഴ്സ്മാരും ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഡയറക്ട്ലി അവരോട് മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്, ടീച്ചിങ് ജോബിന് വേണ്ടിയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഗ്രൂപ്പ് ഉണ്ട് UAEയിലും ലിങ്ക്ഡിൻ ഗ്രൂപ്പ്സിലും. ഇനി സെയിൽസിന് വേണ്ടിയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ട്. സോ ഇങ്ങനത്തെ ഗ്രൂപ്പ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സിൽ. സോ ഈ ഒരു 3 രീതിയിലായിട്ടാണ് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഈസി ആയിട്ട് നമുക്ക് നെറ്റ്വർക്ക്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി പറയാൻ പോകുന്നതാണ് ഒരു ബോണസ് സ്റ്റെപ്പ്. ഞാനൊരു സെയിൽസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ചേസിങ് ദ ലീഡ്. ഈ ജോബ് പോർട്ടൽസിൽ റിക്രൂട്ടേഴ്സ്മാർ ജോബ് ഓപ്പണിംഗ് ഇടുമ്പോൾ അതൊരു ലീഡാണ്. ആ ലീഡിനെ എങ്ങനെ ചേസ് ചെയ്യണം? 2 രീതിയുണ്ട് ഇതിനെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ രീതിയാണ് നമ്മൾ ആ ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ HR-ന്റെ ഡയറക്റ്റ് ഇമെയിൽ ID കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അവരുടെ മൊബൈൽ ഫോൺ നമ്പർ കിട്ടും. ഡയറക്ട്ലി അവിടെ പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സെക്കൻഡ്, ഇപ്പോൾ നല്ല രീതിയിലായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ത്രൂ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. നമ്മുടെ ഈ 3 മാസത്തിനായിട്ടുള്ള വിസിറ്റ് വിസയിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു അപ്ഗ്രേഡഡ് അല്ലെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ട്ലി അവരോടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി പറയാൻ പോകുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോഴും അത് വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. എന്ത് തന്നെ നമ്മൾ ആ HR അല്ലെങ്കിൽ റിക്രൂട്ടർ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് പറയണം എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഈ HR അല്ലെങ്കിൽ റിക്രൂട്ടേഴ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഒരു വെൽ ക്രാഫ്റ്റഡ് മെസ്സേജ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. നിങ്ങളുടെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ എന്താണ് ക്വാളിഫിക്കേഷൻസ്, നിങ്ങളുടെ എന്താണ് USPs എന്നൊക്കെ പറഞ്ഞിട്ടൊരു വെൽ ക്രാഫ്റ്റഡ് മെസ്സേജ് ആയിരിക്കണം ഇവർക്ക് എല്ലാവർക്കും പോകുന്നത്. അതല്ലാതെ എനിക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ട്, ജോലി വേണം എന്ന് പറഞ്ഞിട്ടല്ല. ഡെസ്പെറേറ്റ് ആയിട്ടുള്ള മെസ്സേജസ് മോസ്റ്റ്ലി എപ്പോഴും റിക്രൂട്ടേഴ്സ്മാർ അത് നെഗറ്റീവ് കോണറ്റേഷൻസിലാണ് എടുക്കുന്നത്. സോ നമ്മൾ ആ ഡെസ്പറേഷൻസ് കാണിക്കാതെ തന്നെ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വെൽ ക്രാഫ്റ്റഡ് മെസ്സേജ് ആണ് ഇവരോടൊക്കെ സെൻഡ് ചെയ്യേണ്ടത്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു 3 സ്റ്റെപ്സ് ഞാൻ പറഞ്ഞ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ജോലി UAE എന്ന് പറയുന്ന റീജിയനിൽ കിട്ടാനുള്ള ചാൻസസ് ഹൈ ആണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ആൻഡ് aswathivishal.com എന്ന വെബ്സൈറ്റ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് റെസ്യൂമേസ് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വെബ്സൈറ്റിൽ അപ്രോച്ച് ചെയ്യാം, എൻക്വയറി ഇടാം, ആൻഡ് വി വിൽ ബി there to help you. Thank you so much for watching my video. All the best wishes for the job search. Thank you.